എന്തിനാ പാവപ്പെട്ട സ്ത്രീയെ കൊന്നത്? മക്കളെ, പാവമല്ലേ അത് ചെയ്തത്. എൻ്റെ പിള്ള ഒരിക്കലും ഇവരെ കൊല്ലാൻ വേണ്ടി എടുത്തോണ്ട് പോകാൻ പറയില്ല, നിർത്താനേ പറയൂ എൻ്റെ പിള്ള വണ്ടി. കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറ് കയറ്റി കൊന്ന സംഭവം കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ട്. ഇത് ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ഡോക്ടർ ശ്രീകുട്ടി, അജ്മൽ ഇവരുടെ ക്രൂര പ്രവൃത്തി കണ്ട ഞെട്ടലിൽ നിന്നും ആരും ഇനിയും വെളിയിൽ വന്നിട്ടില്ല. ഈ വണ്ടി കയറ്റി ഇറക്കുന്ന ദൃശ്യം രണ്ടാമതൊരു തവണ കണ്ടു നിൽക്കാനുള്ള അവസ്ഥ, അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എല്ലാവരും കണ്ടു കാണും. ശ്രീകുട്ടിയുടെ അമ്മ ഒരു ദുർമന്ത്രവാദം നടത്തുന്ന സ്ത്രീയാണെന്നും ശ്രീകുട്ടി വീട്ടിലെ കുതിരക്കാരനോടൊപ്പം ഒളിച്ചോടി കൈക്കുഞ്ഞുമായാണ് തിരിച്ചു വന്നത് എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. ശ്രീകുട്ടി ലഹരി ഉപയോഗിക്കും എന്നും അതിനെക്കുറിച്ചിട്ടുള്ള വ്യാപകമായ ചർച്ചകളുമൊക്കെ നടന്നിരുന്നു. അരാജകത്വം നിറഞ്ഞ ഒരു ജീവിതമാണ് ശ്രീകുട്ടിയുടേത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവരുടെ അമ്മ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ വാക്കുകൾ കേട്ടിട്ട് വരാം. എന്തൊക്കെയാണ് സത്യമായ വാർത്ത പറയേണ്ടത്? എൻ്റെ നമ്മളെ വീട്ടിൽ ആരും, എൻ്റെ ഭർത്താവോ എൻ്റെ മോളോ നമ്മളാരും വെള്ളം അടിക്കുന്ന പാർട്ടിയല്ല. മദ്യപാനം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിനകത്തില്ല. നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഫാമിലി അല്ല. ഇതിൻ്റെ ബാക്കിൽ കളിച്ചത് ഇവളെ വലിച്ചെടുത്തുകൊണ്ട് പോയ സോണി എന്ന് പറയുന്ന പയ്യൻ, അഭീഷ് രാജ് എന്ന് പറയുന്ന സോണി എന്നുള്ള പയ്യനാണ്. ഭർത്താവല്ല, കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയതാണ്. എൻ്റെ ഭർത്താവിനെ കടയിലിട്ട് ആദ്യം അവർ വെട്ടിച്ചു. എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത് കളിക്കവള, പിന്നെ മന്ത്രവാദി ഒരു കുടുംബത്തിലെ ഒരു പൂനേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പട്ടാളക്കാരനായിരുന്നു എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത്. അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നത് കൊണ്ട് എൻ്റെ അച്ഛൻ എന്നെ ഡൈവേഴ്സാക്കി തന്നതാണ്. അത് കഴിഞ്ഞ് അയാൾ ഇവൻ എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇവൻ ആദ്യമായിട്ട് വന്നത് അവനൊരു കേസ് സംബന്ധമായിട്ട് വന്നതാണ്. ഓലത്താന്നിലുള്ള ഒരു പയ്യനെ ഇവൻ വെട്ടിയതാണ്. ഇവൻ അങ്ങനെ ആയപ്പോൾ ഈ DSP ഓഫീസിൽ ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് കേൾക്കാനാണ് എൻ്റെ വീട്ടിൽ വന്നത്. അങ്ങനെയാണ് ഇവനെ ആദ്യമായിട്ട് എൻ്റെ ഒരു ബന്ധുവാണ് കൊണ്ടുവന്നത്. അങ്ങനെയാണ് പരിചയപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഇവൻ വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇവിടെ വരും. നമ്മളുമായിട്ടൊരു സൗഹൃദത്തിലായിരുന്നു. ഇവൻ ഇലക്ട്രോണിക്സ് പണിയൊക്കെ ചെയ്യുമായിരുന്നു. ചാണപ്പം ചേട്ടനോട് പറഞ്ഞു, അണ്ണ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് പണി വരണമെങ്കിൽ ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ഇവിടെ ഷാജി എന്ന് പറയുന്ന ആളിൻ്റെ കൂടി പറയുമായിരുന്നു. അങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അന്ന് കൊച്ചി ഇഴഞ്ഞ് നടക്കുന്ന പരുമായിരുന്നു. കുട്ടിയായിരുന്നു. അവനപ്പോൾ ഒരു 25 വയസ്സോളം കൂടുതൽ വരുമായിരുന്നു. ഇവന് കുട്ടിക്ക് അന്ന് 1 വയസ്സ് പോലും ആയില്ലായിരുന്നു, ശ്രീകുട്ടിക്ക്. അപ്പോൾ ഇവൻ വരുമ്പോഴെല്ലാം ഐസ്ക്രീമും മുട്ടായിയൊക്കെ ഈ കുട്ടിക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ചേട്ടനും പോലെ ഇവൻ എടുത്തുകൊണ്ട് നടന്ന് കുഞ്ഞായിരുന്നപ്പോഴേക്കും എടുത്തുകൊണ്ട് നടന്നിരുന്ന ഈ സോണിയുടെ കൂടെയാണ് ശ്രീകുട്ടി ഒളിച്ചോടിയത്. ശ്രീകുട്ടിയുടെ കുഞ്ഞിൻ്റെ അച്ഛനാണ് സോണി. ആ കുട്ടി ഇപ്പോൾ അമ്മയുടെ കൂടെയാണ്. 3ാം ക്ലാസ്സിലാണ്. 8 വയസ്സുണ്ട്. ബാക്കി നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യ ഭർത്താവ് എന്ന് പറയുന്ന ഭുവനേന്ദ്രൻ എൻ്റെ ഭർത്താവിനെ 36 വെട്ടി. ഒരു സുപ്രഭാതത്തിൽ നമുക്കറിഞ്ഞൂടാ ഇയാൾ വന്ന് എന്തിനാണ് വെട്ടിയെന്ന്. അന്ന് ഈ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ പഠിത്തത്തിനെ നിരസിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ അപ്പോൾ വന്ന് വെട്ടിയത്. കുട്ടിക്ക് പിന്നെ 3 മാസമേ ഉണ്ടായിരുന്നുള്ളൂ പരീക്ഷയ്ക്ക്. ആ കുട്ടി പരീക്ഷ എഴുതി ജയിക്കാൻ പാടില്ല. അയാളെ ഡൈവേഴ്സ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്ന് ഒരു കുട്ടി എനിക്ക് ഉണ്ടായതാണ് അവൻ്റെ ദേഷ്യം. ഈ കുടുംബത്തിനെ നശിപ്പിച്ച് അവൻ മരിക്കൂ എന്നുള്ളത് അവൻ ദൃഢനിശ്ചയം എടുത്തിട്ടാണ് എൻ്റെ കുടുംബത്തിന് അവൻ മനഃപൂർവ്വം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊന്നും നാട്ടുകാരോടോ എൻ്റെ രാഷ്ട്രീയക്കാരോടോ ആരോടെയും പറയാം. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഒരു ലോജിക്കും തോന്നുന്നില്ല ഇല്ലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ പഠിത്തം മുടക്കുവാനായിട്ട് അവളുടെ അച്ഛനെ വെട്ടി എന്നുമൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ വിശ്വസിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതും 1ഉം 2ഉം അല്ല, 36 വെട്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയും വെട്ടുകൊണ്ട ഷാജിയാണെങ്കിൽ എണീറ്റിട്ട് പുഷ്പം പോലെ നടക്കുന്നുമുണ്ട്. അമ്മ പറയുന്നത് ഇപ്പോൾ നടന്ന ആക്സിഡൻറ്റിന് പിറകിലും ഇവരുടെ ആദ്യ ഭർത്താവായ ഭുവനചന്ദ്രനും ശ്രീകുട്ടിയുടെ ആദ്യ ഭർത്താവ് സോണിയുമാണെന്നാണ്. ശേഷം കണ്ടിട്ട് വരാം. 5 ലക്ഷത്തിൽ എത്ര രൂപ ഭുവനേന്ദ്രൻ്റെ എന്ന് വാങ്ങിച്ചിട്ട് ഭുവനേന്ദ്രൻ ഒരു കല്യാണത്തിന് പറഞ്ഞ് ഈ ഇവളെ വീട്ടിലുള്ള സോണി എന്ന് പറയുന്ന അവൻ ഈ വീടിൻ്റെ മുക്കുമൂല അറിയുന്ന ഒരുത്തൻ എൻ്റെ കൈവശമുണ്ട്. അവനെ വിട്ട് ഈ പെൺകുട്ടിയെ ഞാൻ എടുത്തിരിക്കുമെന്ന്. അതൊന്നും ആരും എൻ്റെ കൂടി പറഞ്ഞില്ലായിരുന്നു. ഇവൻ വെറുതെ പറഞ്ഞെന്ന് വിചാരിച്ച് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. എൻ്റെ ബന്ധുക്കൾ ആരോ എന്നോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളെ കുടുംബത്തിനെ മൊത്തം അവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളെ മോളെ
എടുത്തുകൊണ്ട് പോകുന്നൊക്കെ നേരത്തെ പറഞ്ഞു. നമുക്കിത് അറിഞ്ഞൂടായിരുന്നു. എത്രാമത്തെ വയസ്സിലാണ് ശ്രീകുട്ടി കല്യാണം കഴിയണത്? കല്യാണമായിട്ടൊന്നുമല്ല. ഒരു ദിവസം അവൻ ഇവിടെ വന്നിട്ട് ഇവൻ വണ്ടിയിൽ ആര് വണ്ടിക്കകത്തിരിക്കണം നോക്കാൻ പറഞ്ഞ്. അന്ന് അവൾ അഡ്മിഷനായി. പിന്നെ പൈസ അടച്ച് 6 ലക്ഷം രൂപ പൈസ അടച്ച് ഈ കുട്ടിക്ക് അഡ്മിഷനായിട്ട് ബാങ്കിൽ ഒരു പേപ്പർ ഒപ്പിടാൻ വേണ്ടി കുട്ടി വന്നതാണ്. വന്നപ്പോൾ ശ്രീകുട്ടി വന്നതാണ്. MBBS അഡ്മിഷനായ കുട്ടിയാണ്. തിരിച്ച് വന്ന് ഇവൻ വന്ന് ഈ വണ്ടിയിൽ ആരിരിക്കണം നോക്കാൻ പറഞ്ഞു. ഞാൻ കടയിലിരിക്കുകയായിരുന്നു. ചേട്ടൻ എന്നെ വിളിക്കാനായിട്ട് അങ്ങ് വന്ന് കാറിൽ എവിടെ പോയിട്ട് വന്നിട്ട് കാറിനെ കൊണ്ടിട്ടിട്ട് എന്നെ വിളിക്കാൻ 2 വീലർ എടുത്തുകൊണ്ട് വന്ന സമയത്ത് സന്ധ്യാസമയത്ത് അവൻ വന്ന് വണ്ടിയിൽ ചെന്ന് എത്തി നോക്കിയത് ഇവളെ വലിച്ചിട്ട് അവനും ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോയതാണ് കുട്ടിയെ. ഡൈവേഴ്സ് ആയതിനു ശേഷവും ഒരുപാട് കാലം പിറകെ നടന്ന് ഉപദ്രവിച്ചതായിട്ടൊക്കെയാണ് പറയുന്നത്. ശ്രീകുട്ടിയെ മുന്നിൽ നിർത്തിയാണ് ഉപദ്രവം. ഇപ്പോൾ ശ്രീകുട്ടി MBBS എടുക്കുന്ന സമയത്തും അവളെ സോണിയെ ഉപയോഗിച്ചിട്ട് തട്ടി എടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ശ്രീകുട്ടി പഠിച്ച് നല്ല നിലയിലെത്തുന്നത് ഇയാൾക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ഇയാൾക്ക് ആദ്യ ഭാര്യയോടുള്ളതിനേക്കാളും പക അവരുടെ മോളോട് ആണെന്നൊക്കെയാണ് പറയുന്നത്. ബാക്കി കണ്ടിട്ട് വരാം. അപ്പോഴും തന്നെ പോയി. രാത്രി പോയപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞ് അത് അവനെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു എൻ്റെ മോളെയും കൊണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു നീ ഇവിടെ കയറി കിടക്കണമെങ്കിൽ കിട എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ആക്ഷേപിച്ച് വിട്ടു. ആ സ്ത്രീ എന്നെ ആക്ഷേപിച്ച് വിട്ടു അവൻ്റെ അമ്മ. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് വീണ്ടും ഞാൻ പിറ്റേന്ന് രാവിലെ കഴിച്ചു. വീണ്ടും പോയി. ഞാൻ 5 മണിക്ക് കഴിച്ചു. വണ്ടി എടുത്തുകൊണ്ട് പോയി എൻ്റെ മോളെ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോൾ അവർ മോള് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മ എന്നെ അവൻ നശിപ്പിച്ചമ്മ, എനിക്കിനി ഒരു രക്ഷയില്ല അമ്മ പോ, അമ്മയെ ദുഃഖിക്കണ്ട, അമ്മ പോന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് ഇനി പോന്നു. അത് കഴിഞ്ഞിട്ട് ഇവളെ ഫോണിനെ അവൻ പിടിച്ച് വാച്ച് പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ശ്രീകുട്ടിയെ എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോലീസിൽ വീണ്ടും ഞാൻ കേസ് കൊണ്ടുകൊടുത്തു. എൻ്റെ കുട്ടിയെ വിളിക്കാൻ പറ്റണില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുകൊടുത്തു. അങ്ങനെ നേറ്റിങ്ങര കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അമ്മ ഞാൻ നശിച്ച്, എന്നെ അവൻ കൊണ്ടുവന്ന് കോവിലിൽ കൊണ്ടുവന്ന് കല്യാണമൊക്കെ കഴിപ്പിച്ച്, ഇനി എനിക്ക് ഒന്നിനും പറ്റില്ല അമ്മ, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം അമ്മ, സമാധാനമായിട്ട് അച്ഛൻ്റെ കൂടി സമാധാനമായിട്ട് ജീവിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവളെ ഫോണിൽ നിന്ന് എൻ്റെ ബന്ധുക്കളെല്ലാം വിളിച്ച് പറഞ്ഞു ഞാൻ ശ്രീകുട്ടിയെ വിവാഹം കഴിച്ചു, ഇനി എനിക്ക് പിന്നെ അവളല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇവൻ പറഞ്ഞ് എല്ലാവരെയും പരത്തി. അപ്പോൾ ഇവളെ മുമ്പേ വെച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞമ്മ, ഇനി ഞാൻ എൻ്റെ ജീവിതം നശിച്ചില്ലേ അമ്മ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിയാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസിൽ വന്നപ്പോൾ അവൾ പറഞ്ഞു അവൻ്റെ കൂടി തന്നെ പോകണം, അവൻ തൂങ്ങിച്ചാവാൻ പോയി. ചെറുക്കനെയും കൊണ്ട് വരുമായിരുന്നു. അത് അരിമാനൂരുള്ള ആ ചെറുക്കനെയും കൊണ്ടുവന്ന് ഈ കുട്ടിയെ ഒരുപാട് ശല്യപ്പെടുത്തി. അവളൊന്നും എൻ്റെ കൂടി പറയില്ല, അമ്മയും അച്ഛനും വേദനിക്കണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഒന്നും പറയില്ല. എന്നിട്ട് അവിടെ ഒരു വണ്ടി കയറ്റി അവൾ R3 പോയപ്പോൾ അവൾക്ക് R3 വണ്ടിയുണ്ട്, ഒരു ആക്റ്റീവ് ഉണ്ട്. അവൾക്ക് ആഗ്രഹമാണെന്ന് പറഞ്ഞ് അച്ഛൻ വാങ്ങിച്ചു കൊടുത്താണ്. ഇത്രയും നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ, അവൾ വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ല, എനിക്കൊരു R3 വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്ത്. അവൾ MBBS പഠിക്കണല്ലേ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്ത്. അങ്ങനെ എടുക്കൂല എവിടെയെങ്കിലും. ശ്രീകുട്ടി മദ്യലഹരിയിലായിരുന്നു അവിടെ നാട്ടുകാർ പറയുന്നുണ്ട്. ഈ ശ്രീകുട്ടി മദ്യപിക്കാറുണ്ട് നമുക്കറിയാം? ഇല്ല മോളെ, ഇതുവരെ കുട്ടി ഇവിടെ മദ്യപിച്ചിട്ടില്ല. നമ്മളെ ചേട്ടൻ മദ്യപിക്കില്ല, നമ്മൾ ആരും ഇവിടെ മദ്യപാനം ഇല്ല. ഇവരുടെ ഫാമിലിയെ ആരും മദ്യപിക്കില്ല. അവരുടെ ഫാമിലിയെ കുറിച്ച് ആരോടെങ്കിലും തിരക്കിയാൽ മതി. ആരും മദ്യപിക്കില്ല ഈ വീട്ടിനകത്ത്. ഞാനും മദ്യപിച്ചിട്ടില്ല, എൻ്റെ മോളും മദ്യപിച്ചിട്ടില്ല. എൻ്റെ ആളും മാന്യനാണ്. ആരോടെയും ഒരു ഗുണത്തിനോ ദോഷത്തിനോ വൻ സ്രാവുകൾ എൻ്റെ ബാക്കിലുണ്ട്, രാഷ്ട്രീയക്കാരും ഉണ്ടെന്നാണ് എൻ്റെ സംശയം. അതാണ്. അല്ലെങ്കിൽ ഈ കുട്ടിയെ ഇത്രയും ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടി എന്തിനാണ് എൻ്റെ ശ്രീകുട്ടിയെ അകത്താക്കാൻ വേണ്ടി എന്തിനാ ആ പാവപ്പെട്ട സ്ത്രീയെ കൊന്നത്? മക്കളെ പാവമല്ലേ അത് ചെയ്തത്. എൻ്റെ പിള്ള ഒരിക്കലും ഇവരെ കൊല്ലാൻ വേണ്ടി എടുത്തോണ്ട് പോകാൻ പറയില്ല, നിർത്താനേ പറയൂ എൻ്റെ പിള്ള. പിന്നീട് പറയുന്നത് ശ്രീകുട്ടി മദ്യപിച്ചിരുന്നുവെന്നും വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു, അങ്ങനെയൊക്കെയാണ്. വണ്ടി കയറ്റിയിറക്കാൻ അജ്മലിനോട് പറഞ്ഞത് ശ്രീകുട്ടിയാണ്. അത് മാത്രവുമല്ല, അമ്മയ്ക്ക് സ്വന്തം മോള് വലുതായിരിക്കാം ഒരു പക്ഷേ ഇത്രയുമൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും അമ്മയ്ക്ക് വേറെ ഒന്നും മോൾക്കെതിരായിട്ടൊന്നും പറയാനുള്ള സാധ്യതയും അവർക്ക് അങ്ങനെ ഉള്ളൊരു മനസ്സും ഏതൊരു അമ്മമാർക്കും കാണാനുള്ള വഴിയുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടപ്പോഴേക്കും ഇത് ഒരുപാട് പേര് അറിഞ്ഞ വിഷയമാണെങ്കിലും അറിയാത്തവർ കുറേ പേരെങ്കിലും ഉണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ടോപ്പിക്സുമായിട്ടും പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം.